ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ശനിയാഴ്ച ദിവസത്തെ വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഇതിപ്പോൾ വൈകുന്നേരം ചായയുടെ ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉന്നയ്ക്ക നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പഴം അധികം ഉള്ളപ്പം ഞാനിങ്ങനെ ചെയ്ത് വെക്കലുണ്ട് കേട്ടോ. പഴം പുഴുങ്ങി അതുപോലെ അതിൻ്റെ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കിയിട്ട് ഒരു 2-3 ദിവസത്തിനുള്ളത് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ, ഫ്രീസറിൽ വെക്കണമെന്നില്ല, ഫ്രിഡ്ജിൽ തന്നെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ചായയുടെ സമയത്ത് എളുപ്പത്തിൽ നമുക്ക് സ്നാക്സ് റെഡിയാക്കി എടുക്കാം. അല്ലാതെ പൊതുവേ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കുന്ന സ്നാക്സൊക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ 2-3 ദിവസം ഇത് തന്നെയായിരിക്കും വൈകിട്ട്. കുട്ടികൾക്ക് പാല് ഇച്ചിരി വ്യത്യാസമായിട്ട് നമുക്ക് കൊടുക്കാൻ ഹോട്ട് ചോക്ലേറ്റ് ആയിട്ട് കൊടുക്കാമല്ലോ. അപ്പം ഈ അടുത്ത് വാങ്ങിയതാണ് കേട്ടോ ഹെർഷീസിൻ്റെ ഹോട്ട് ചോക്ലേറ്റിൻ്റെ പൗഡർ. അപ്പോൾ അത് ജസ്റ്റ് പാലിൽ മിക്സ് ചെയ്താൽ നല്ല ടേസ്റ്റാണ്. പിള്ളേർക്ക് എന്തായാലും ചോക്ലേറ്റിൻ്റെ എന്ത് സംഭവം കിട്ടിയാലും ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് ചായയും കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ആയപ്പോഴത്തേനും ചായയുടെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് പിന്നെ ഞാൻ ജസ്റ്റ് ഫ്രിഡ്ജിനകത്ത് എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ട് ബാക്കി എന്നൊക്കെ ഒന്ന് നോക്കി വെച്ചു കേട്ടോ. പോരാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീക്കിനുള്ളത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി അതൊക്കെ ഒന്ന് നോക്കി നോട്ട് ഡൗൺ ചെയ്ത് വെച്ചു. അത്യാവശ്യം വെജിറ്റബിൾസൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മീൽ പ്ലാനിങ് ഒക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പം ബാക്കി വലിയ രീതിയിലുള്ള പ്ലാനിങ്സ് ഒന്നും തന്നെ ഇപ്പം നടക്കുന്നൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് അത്യാവശ്യം മീൽ പ്ലാനിങ്, ടു ഡു ലിസ്റ്റ് ഇതൊക്കെ തന്നെയായിട്ടാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് രാവിലെ കണ്ടിരുന്ന മൂവി പിന്നെയും കണ്ടിന്യൂ ചെയ്ത് കുറച്ച് നേരം റിലാക്സ് ചെയ്തിരുന്നു കേട്ടോ. പിന്നെ ഡിന്നർ പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ മട്ടൻ കറി കുറച്ച് ചെയ്ത് വെച്ചിരുന്നു, 2 വിസിൽ കൊടുത്തിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിന് ശേഷം പിന്നെ തേങ്ങയൊക്കെ വറുത്തിട്ടുണ്ടായിരുന്നു, അത് വറുത്തരച്ച് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് പിന്നെയും വിസിൽ കൊടുത്ത് പാകത്തിന് മട്ടൻ്റെ വേവിനനുസരിച്ച് വേവാക്കി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പം എനിക്ക് ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു ഹെൽത്തി ഫീലിംഗ് തോന്നുന്നില്ലായിരുന്നു, ത്രോട്ടിനൊക്കെ ഒരു പ്രോബ്ലം തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കഞ്ഞി കുടിക്കാനായിരുന്നു കേട്ടോ ഇഷ്ടം തോന്നിയത്. അപ്പോൾ മട്ടൻ കറി ഉള്ളതുകൊണ്ട് കുറച്ച് പുട്ടുണ്ടാക്കി എടുക്കുകയാണ്. അതിൻ്റെ ഒപ്പം കുറച്ച് കഞ്ഞി, പൊടിയരി കഞ്ഞി തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് സുഖമില്ലാത്ത സമയത്ത് പൊടിയരി കഞ്ഞി നല്ലൊരു കംഫർട്ടബിൾ ഫീലിംഗ് അല്ലേ. അപ്പോൾ അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ട് ഞാൻ കെയർഫുള്ളായിട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ആ കൗണ്ടർ ടോപ്പിലൊന്നും ഇനി അധികം മെസ്സി ആവുന്നത് ഒന്നും ഇഷ്ടമല്ല. ഒരുപാട് പണിയെടുക്കാനും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് സൂക്ഷിച്ച് സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ മട്ടൻ്റെ വിസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മട്ടന് കുറച്ച് വേവ് ഉള്ളതുകൊണ്ട് കുറച്ച് അധികം നേരം നമ്മൾ കുക്കറിലിട്ടാലല്ലേ നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ചെറിയൊരു കുക്കറിൽ ഞാൻ കഞ്ഞിക്കും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഞ്ഞിയും പെട്ടെന്ന് ആക്കിയെടുക്കാമല്ലോ. അപ്പം ഡിന്നർ പ്രിപ്പറേഷൻസിൻ്റെ ഒപ്പം തന്നെ പയ്യെ നമ്മളുടെ കിച്ചൺ വൈൻഡിങ് പരിപാടികളും അങ്ങ് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ കഴുകി വെച്ചിരുന്ന പാത്രങ്ങൾ എല്ലാം തന്നെ ഞാൻ വേഗം തന്നെ എടുത്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഈ പാത്രങ്ങളൊക്കെ കഴുകി നമുക്ക് വേഗം തന്നെ കിച്ചൺ ക്ലീൻ ചെയ്ത് റെഡിയാക്കാനുള്ളതല്ലേ. അങ്ങനെ നമ്മുടെ മട്ടൻ ഇവിടെ വെന്ത് പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി വറുത്തരച്ച മട്ടൻ കറിയാണ് കേട്ടോ. ഇവിടെ മട്ടൻ കൂടുതലും വറുത്തരച്ച രീതിയിലാണ് ഉണ്ടാക്കുക. പിന്നെ അതുപോലെ തന്നെ തേങ്ങ ഇടാതെ മല്ലിപ്പൊടിയൊക്കെ കൂടുതലിട്ടിട്ട് അങ്ങനെയും ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെങ്കിലും പുട്ടിൻ്റെ കൂടെ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് പുട്ടും മട്ടൻ കറിയും. അപ്പോൾ കുറച്ച് പേപ്പർ പ്ലേറ്റ്സ് കയ്യിലുള്ളതുകൊണ്ട് അന്ന് അത് എടുത്തു കേട്ടോ. അപ്പോൾ അത്രയും പാത്രം കഴുകുന്നത് കുറയ്ക്കാമല്ലോ. പിന്നെ കുറച്ച് കട്ടൻ ചായ ഇടുകയാണ്. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ നോൺ വെജ് ഒക്കെ കഴിക്കുമ്പോഴത്തേനും രാത്രി കട്ടൻ ചായ നല്ലൊരു സുഖമാണ്. അതുപോലെ നമുക്ക് ത്രോട്ടിന് പ്രോബ്ലം ഉണ്ടെങ്കിലും കട്ടൻ ചായ കുടിക്കാൻ പ്രത്യേക ഒരു സുഖമാണ്. അപ്പം കട്ടൻ ചായയും കുറച്ച് കുരുമുളകും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ചായ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഞാൻ ചില സമയത്ത് ഇഞ്ചി പിന്നെ അതുപോലെ ഈ ഇതില്ലേ സിനമൺ, കറുവപ്പട്ട അതൊക്കെ ചേർക്കും, ഗ്രാമ്പൂ ഇതൊക്കെ ചേർത്താലും കട്ടൻ ചായ നല്ല ടേസ്റ്റാണ്. അപ്പം ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനത്തെ ഫുഡൊക്കെ ആണെങ്കിൽ മിക്കവാറും നമ്മൾ ഇങ്ങനെ കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കാറുണ്ട്. അത്ര ഹെൽത്തി ഒന്നുമല്ല, പക്ഷേ നമുക്ക് നമ്മുടെ ഒരു ഇഷ്ടങ്ങളാണല്ലോ അതൊക്കെ.
ഞാൻ കുറച്ച് എന്തായാലും ഫ്ലാസ്കിലും കൂടി എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പം ത്രോട്ട് പെയിനൊക്കെ ഉള്ള സമയത്ത് നമുക്കിങ്ങനെ രാത്രി ചുമയൊക്കെ വന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ഇതുപോലെ ഫ്ലാസ്കിൽ കട്ടൻ ചായ ഉണ്ടെങ്കിൽ എടുത്ത് കുടിക്കാൻ നല്ലൊരു സുഖമാണ്. അപ്പോൾ അത് കണക്കാക്കിയിട്ട് ഫ്ലാസ്കിലും വെക്കുകയാണ്. അപ്പോഴത്തേനും നമ്മുടെ കഞ്ഞി വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഞ്ഞിക്ക് പ്രത്യേകിച്ച് കൂട്ടാൻ വേറെ ഒന്നുമില്ല. ഇരുമ്പമ്പുളി വെച്ചിട്ടുള്ള അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ കഞ്ഞിക്ക് കൂട്ടുന്നത്. പിന്നെ നല്ല ഉപ്പിട്ട കഞ്ഞിയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും വേണ്ട. പിന്നെ നല്ല പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ കുറച്ച് ഇരുമ്പമ്പുളിയുടെ അച്ചാറാണ് കേട്ടോ കൂട്ടുന്നത്. ഇരുമ്പമ്പുളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഗ്രീൻ കളറിൽ ഉള്ള പുളിയില്ലേ, അതിൻ്റെ വേറെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞങ്ങളിവിടെ ഇരുമ്പമ്പുളി എന്നാണ് പറയുക. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് പിന്നെ വേഗം തന്നെ ക്ലീനിങ് കാര്യങ്ങളിലോട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ തന്നെ ഒന്ന് സാധനങ്ങളൊക്കെ മാറ്റി പെട്ടെന്ന് തന്നെ അവിടെ ഒന്ന് വൈപ്പ് ചെയ്തിട്ടു. പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ എല്ലാം തന്നെ ഒന്ന് ക്ലിയർ ചെയ്യുകയാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും തിരിച്ചു വെക്കേണ്ടത് എല്ലാം തന്നെ അതിൻ്റെ പ്ലേസിൽ തിരിച്ചു വെച്ചു. അതുപോലെ നമുക്ക് കഴുകാനിടേണ്ട പാത്രങ്ങളെല്ലാം തന്നെ നമ്മളുടെ സിങ്കിനകത്തോട്ട് മാറ്റി. അങ്ങനെ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം തന്നെ വേഗം ചെയ്ത് തീർക്കുകയാണ് കേട്ടോ. നമ്മുടെ കൗണ്ടേഴ്സ് ക്ലിയർ ആയാൽ തന്നെ നമുക്ക് പകുതി ഒരു സമാധാനമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പാത്രങ്ങൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളിങ്ങനെ പേപ്പർ പ്ലേറ്റൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് പാത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നെ മട്ടൻ ഓൾറെഡി കുക്ക് ചെയ്ത് ഉണ്ടായിരുന്നല്ലോ, അത് ജസ്റ്റ് ഒന്ന് വിസിൽ കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ കഞ്ഞി മാത്രമല്ലേ ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പാത്രങ്ങൾ കുറവായിരുന്നു. പിന്നെ ഞാൻ എന്തായാലും കുറച്ച് അധികം ചൂടുവെള്ളം ഫ്ലാസ്കിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നേരത്തെ കട്ടൻ ചായയും ഞാൻ പറഞ്ഞില്ലേ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കറിയൊക്കെ 2 പാത്രങ്ങളിലോട്ട് ആക്കുകയാണ് കേട്ടോ. 2 സെപ്പറേറ്റ് പാത്രങ്ങളിൽ ചാറൊക്കെ രണ്ടിലും കറക്റ്റ് ആവുന്ന രീതിയിൽ ആക്കി മാറ്റുകയാണ്. അപ്പോൾ പിന്നെ ഓരോരോ ബൗൾ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഒരൊറ്റ പാത്രമാക്കാതെ ഞാൻ 2 or 3 പാത്രത്തിലാക്കി വെക്കും. അപ്പോൾ പിന്നെ ആവശ്യത്തിന് ആ ഒരു പാത്രത്തിൽ നിന്ന് മാത്രം എടുത്താൽ മതി. അപ്പോൾ കറി ഒട്ടും തന്നെ ചീത്തയാവുകയില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് മോൾ തന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇതുപോലെ ഡബിൾ സിങ്ക് ഉള്ളതുകൊണ്ട് ഞാൻ വേഗം തന്നെ പാത്രങ്ങൾ തേച്ച് ഇടുമ്പോൾ മോൾ അപ്പോഴത്തേനും അടുത്ത ബൗളിൽ നിന്ന് പാത്രങ്ങൾ വേഗം തന്നെ കഴുകി മാറ്റും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സാധാരണ നമ്മൾ പാത്രം കഴുകാൻ എടുക്കുന്നതിൻ്റെ പകുതി സമയം കൊണ്ട് തന്നെ നമ്മുടെ പാത്രങ്ങൾ കഴുകി തീരും കേട്ടോ. പിന്നെ അന്നത്തെ ദിവസം എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഫുൾ അവൾ തന്നെ കഴുകാമെന്ന് പറഞ്ഞെങ്കിലും കൂടിയിട്ട് ഞാൻ വിചാരിച്ചു വേണ്ട, പെട്ടെന്ന് തന്നെ 2 പേരും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ കാര്യങ്ങൾ തീരുമല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കൗണ്ടർ ടോപ്പും പിന്നെ അതുപോലെ മിക്സി, ഇൻഡക്ഷൻ സ്റ്റൗ ഇതെല്ലാം തന്നെ പെട്ടെന്നൊന്ന് വൈപ്പ് ചെയ്ത് ഇടുകയാണ് കേട്ടോ. സാധാരണ ചെയ്യണം അത്രയും ഡീപ്പായിട്ടൊന്നും ചെയ്യുന്നില്ല. ഒന്നാമത് സുഖമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കണം എന്നുള്ള ഒരു മൈൻഡ് ഉള്ളതുകൊണ്ട് വേഗം കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ നോക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കിച്ചൺ നീറ്റാക്കി ആക്കിയിട്ട് കിടന്നുറങ്ങാൻ പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിനൊരു സമാധാനമാണല്ലോ. അപ്പം തീരെ വയ്യെങ്കിൽ മാത്രമാണ് അങ്ങനെ പാത്രമൊന്നും കഴുകാതെ ഇട്ടിട്ട് പോവുള്ളൂ കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി അതുപോലെ കിച്ചണും നല്ല നീറ്റാക്കി ഇട്ടിട്ട് തന്നെയാണ് കിടന്നുറങ്ങാൻ പോവൽ. ബാക്കി ഏരിയാസിൽ പിക്കപ്പൊക്കെ ചെയ്തിട്ടില്ലെങ്കിലും കിച്ചൺ മാക്സിമം നീറ്റാക്കി ഇടാൻ നോക്കലുണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരുവിധം ഭംഗിയായിട്ടൊക്കെ നീറ്റാക്കിയിട്ടുണ്ട്. ഫ്ലോറൊന്നും നീറ്റാക്കിയിട്ടില്ല കേട്ടോ. എനിക്ക് ആ കൗണ്ടർ ക്ലിയർ ആവുക, അതുപോലെ പാത്രങ്ങൾ സിങ്കിൽ നിന്നെല്ലാം തന്നെ കഴുകി വൃത്തിയാക്കുക. പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ നല്ലപോലെ വൃത്തിയാക്കുക. സിങ്കും ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിടുക. ഇത്രയും ചെയ്താൽ തന്നെ ഒരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയായിരുന്നു സാറ്റർഡേയിലത്തെ കുറച്ച് വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് മൺഡേ കാണാം. അതുവരേക്കും ബൈ.